ഹായ് ഗൈസ്, സോ ഫൈനലി ഇന്ന് സൺഡേ ആയിട്ടുണ്ട്. നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യൽ തിരാമിസു ഇസ് റെഡി. നമുക്ക് ബേബിയുടെ അടുത്തും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അടുത്തും ചോദിക്കാം എങ്ങനെയുണ്ടെന്ന്. ടേസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ എൻ്റെ ഇത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള മാംഗോ സേമിയ ക്രീമി തിരാമിസു ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചാൽ, നോർമലി നമ്മൾ തിരാമിസു ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആകെ വേണ്ടത് സ്പഞ്ച് ഫിംഗേഴ്സ് അല്ലെങ്കിൽ ലേഡി ഫിംഗേഴ്സ്, നമ്മുടെ ബേസ് ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വേണ്ട മാസ്കപ്പോണി ചീസ്, പിന്നെ ക്രീം, മുട്ട, പഞ്ചസാര, ഇതൊക്കെയാണ് വേണ്ടത്. പക്ഷെ ദിസ് ടൈം ഈസ്റ്റർ വരുമല്ലേ, അപ്പൊ നമ്മൾ ഓർത്തു ഈസ്റ്ററിന് ഡിസേർട്ട് ആയിട്ട് മാങ്ങ വെച്ചൊരു തിരാമിസു ഉണ്ടാക്കാമെന്ന്. അപ്പൊ അതിന് നമുക്ക് മാങ്ങ വേണം ഫോർ ഷുവർ, പിന്നെ നമുക്ക് സേമിയ വേണം. സോ ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പം നമുക്ക് അതിന്റെ ബേസ് റെഡി ആക്കിയാലോ. ആദ്യം തന്നെ നമുക്കൊരു ബോളിൽ മുട്ടയും പഞ്ചസാരയും ചേർത്ത് ഡബിൾ ബോയിൽ ചെയ്യാം. മുട്ട റോയായി ഉപയോഗിക്കാതിരിക്കാനും ക്രീമി ടെക്സ്ചർ കിട്ടാനുമാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇതിൻ്റെ അളവൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, എന്തോരം വേണമെന്നുള്ളത്. നമ്മൾ മുട്ടയും പഞ്ചസാരയും ആദ്യം വിസ്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു ബ്രൈറ്റ് യെല്ലോ കളറായിരിക്കും. ഈ കളറിൽ നിന്ന് ഒരു പെയിൽ യെല്ലോ കളർ ആവുന്നിടം വരെ നമ്മൾ വിസ്ക് ചെയ്യണം. ഇപ്പം നോക്കിക്കേ, ആ പെയിൽ യെല്ലോ കളർ വന്നില്ലേ? അപ്പം നമ്മളുടെ മുട്ടയും പഞ്ചസാരയും കൂടെ മിക്സ് ആയെന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ ഈ മിക്സ്ചറിലേക്ക് മാസ്കപ്പോണി ചീസ് ആഡ് ചെയ്യണം. ഇനി നമ്മുടെ മുട്ടയും പഞ്ചസാരയും മാസ്കപ്പോണി ചീസും കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ഇപ്പം നമ്മുടെ മുട്ടയുടെ മിക്സും മാസ്കപ്പോണി ചീസും കൂടെ ബ്ലെൻഡ് ആയിട്ടുണ്ട്. എന്തൊരു ടേസ്റ്റ് ആയതിനെന്നറിയുമോ? അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കുറച്ച് വാനില എസൻസ് ആഡ് ചെയ്യണം കേട്ടോ. ഈ വാനിലയും കൂടെ ചേർന്ന് കഴിയുമ്പം ഇതിൻ്റെ ഒരു മണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് ഒന്നും കൂടെ വിസ്ക് ചെയ്യണം. ഇതിനെല്ലാം കൂടെ ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഫൈനൽ മിക്സും കൂടെ കഴിഞ്ഞ് നമ്മുടെ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ മിക്സ്ചർ നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ക്രീം റെഡിയാക്കാം. ക്രീം റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഹൈ ഫാറ്റ് പെർസെൻറ്റേജ് ഉള്ള, ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഒരു 35% ഫാറ്റുള്ള ഫുൾ ക്രീമാണ്. എന്നിട്ട് അത് വിസ്ക് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ഒരു സോഫ്റ്റ് പീക്ക് എത്തുന്നിടം വരെ ബീറ്റ് ചെയ്യണം. ഇപ്പം നിങ്ങൾ കണ്ടോ, ആ ഒരു സോഫ്റ്റ് പീക്ക് എത്തുന്നിടം വരെ ബീറ്റ് ചെയ്യണം. അതിന് ശേഷം നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച് നമ്മളുടെ മുട്ടയും മാസ്കപ്പോണി ചീസും ഉള്ള ആ മിക്സ്ചറിലേക്ക് ക്രീം ഇട്ടിട്ട് ഫോൾഡ് ചെയ്യണം. അപ്പോൾ ഫോൾഡ് ചെയ്യുമ്പം എപ്പോഴും ഒരേ സൈഡിലോട്ട് ചെയ്യാൻ നോക്കണം. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല, അങ്ങനെ ചെയ്യുമ്പം ഭയങ്കര അടിപൊളിയായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ തിരാമിസുവിന് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ നോർമൽ തിരാമിസു അല്ല, മാംഗോ സേമിയ തിരാമിസു ആണ്. അപ്പം നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ്, ഈ സ്പഞ്ച് കോഫിയിൽ മുക്കി ഇങ്ങനെ ലെയർ ചെയ്യുക. അതിൻ്റെ മുകളിൽ ക്രീം ഇടുക, നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച ക്രീം ഇടുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ സേമിയ പൊടിച്ചിടുക. ഓക്കെ, ദിസ് ഈസ് ഗോയിങ് ടു മേക്ക് എ ഹ്യൂജ് ഡിഫറൻസ് ഓൺ യുവർ തിരാമിസു. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഇതിന്. ഈ സേമിയായിട്ട് ലെയർ ചെയ്യുക. ഇത് എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ലെയേഴ്സ് റെഡിയാക്കുക. ലാസ്റ്റ് ലെയറിൽ കൊക്കോ ഡസ്റ്റ് ചെയ്യുക. ഇനിയാണ് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ്. നമ്മുടെ മാംഗോ തിരാമിസുവിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മാങ്ങ മേളിൽ വെതറുക. ഇത് നിങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇതൊരു വെറൈറ്റി തിരാമിസു ആണ്, ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കണം. സോ ഹിയർ ഇറ്റ് ഈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ മാംഗോ സേമിയ തിരാമിസു. ഇനി അതിൻ്റെ എഡ്ജിലെ കൊക്കോ എല്ലാം ഡസ്റ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ കയറ്റുക. You guys look so good. And let me show you the tiramisu. Come on, guys. First scoop. Okay. നോക്ക്, അവിടെയൊക്കെ ഭയങ്കര ക്രീമി ആയിട്ട് ഭയങ്കര ഇതായിട്ടിരിക്കുന്നു. കാണുമ്പോൾ തന്നെ ഭയങ്കര ടെംപ്റ്റിംഗ് ആയിട്ടുണ്ട്. ഒരു സെക്കൻഡ്. ഭയങ്കര പൊളി കളിയാ, ഭയങ്കര പൊളി എന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര സ്മൂത്ത് ആയിട്ട് ഭയങ്കര ഇതായിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ മാംഗോ ഇങ്ങനെ ക്രഞ്ചി കിട്ടുമ്പോഴത്തേക്ക് ഭയങ്കര യമ്മി. സേമിയ കിട്ടുന്നുണ്ടോ? സേമിയം കിട്ടുന്നുണ്ട് ഭയങ്കര. ഇല്ല, അത് പക്ഷെ ഇങ്ങനെ നല്ല മെൽറ്റായി നല്ല ഇതായിട്ടിരിക്കുക. എല്ലാം കൂടെ അങ്ങ് നല്ല അടിപൊളിയായിട്ടിരിപ്പുണ്ട്. സോ ഗുഡ് കളിയാ, സത്യമായിട്ടും. ഇത് ഹൈപ്പ് അല്ല ഗൈസ്, ഇത് ശരിക്കും പൊളിയാണ്, പൊളി. ബേബി എപ്പോഴും കഴിക്കുന്നതാണ്. ഞാൻ എപ്പോഴും കഴിക്കുന്നതാണ്. വേറെ സൂപ്പറാ. How is the texture? എപ്പോഴത്തേലും വ്യത്യാസമാണ്. മറ്റേ മാങ്കോയുടെ ടേസ്റ്റ് വരുന്ന. മാങ്കോ ഇട്ടുകൊണ്ട് ആ ഒരു ഇതുണ്ട്, അച്ചു പറഞ്ഞ പോലെ മാങ്കോയുടെ ക്രഞ്ചിനെസ്. സംഭവം സീൻ
ഇങ്ങനെ ഒരു സ്കൂപ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും പിന്നെ ഇങ്ങനെ എടുത്തോണ്ടിരിക്കും. സോ ബേസിക്കലി നമ്മൾ ടിരാമിസു എപ്പോഴും ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയിരിക്കുന്നത്. ദർ ഇസ് നോ ആൽക്കഹോൾ, നത്തിങ് ഇൻ ഇറ്റ്. നോർമൽ ടിരാമിസു വിത്ത് മാംഗോസ് ഓൺ ടോപ്പ്. And I'm going to take my first bite. It's good. ടിരാമിസു അതിന്റെ സോഫ്റ്റ്നെസ്സും മാംഗോയുടെ ആ ക്രഞ്ചും മധുരം ബാലൻസ് ചെയ്യുന്നുണ്ട്. ഓ ഇറ്റ്സ് സോ ഗുഡ്. ഇറ്റ്സ് മസ്റ്റ് ട്രൈ കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീട്ടിലുണ്ടാക്കി നോക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ മാംഗോ തിരാമിസു. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.